നമസ്കാരം. സെപ്റ്റംബർ മാസം 22-ാം തീയതി തുടങ്ങി GSTയിൽ പരിഷ്കരിച്ച പുതിയ GST നിരക്കുകൾ നിലവിൽ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഏതെല്ലാം സിറ്റുവേഷനിൽ റിവേഴ്സ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പുതിയ റേറ്റ് ചേഞ്ചസ് വരുമ്പോൾ ഏതെങ്കിലും ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ നികുതി റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 28% റേറ്റ് ഓഫ് ടാക്സ് ഉണ്ടായിരുന്ന എയർ കണ്ടീഷണർ അല്ലെങ്കിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം 22-ാം തീയതി തുടങ്ങി 18% കുറയുകയാണ്. അപ്പോൾ 28% എന്നുള്ളത് 18% കുറയുന്ന സിറ്റുവേഷനിൽ ഒരു കാരണവശാലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വീണ്ടും ടാക്സിബിൾ പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും സിറ്റുവേഷനിൽ പുതിയ റേറ്റ് പ്രകാരം ഇത് നിൽ റേറ്റഡോ എക്സംപ്റ്റഡ് റേറ്റഡോ ആയി വന്നാൽ അവിടെ നമ്മൾ ITC റിവേഴ്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മാനദണ്ഡം നോക്കാം. ഇവിടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നിൽ റേറ്റഡും എക്സംപ്റ്റഡുമായിട്ട് വന്നാൽ 21 സെപ്റ്റംബറിലെ സ്റ്റോക്ക് നമ്മൾ എടുക്കണം. ആ സ്റ്റോക്ക് പരിശോധിച്ച് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ, ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഇൻപുട്ട് ടാക്സ് നമ്മൾ റിവേഴ്സ് ചെയ്യണം. റൂൾ 42-ഉം 43-ഉം പ്രകാരം CGST റൂൾസിൽ പറയുന്നുണ്ട്. പ്രോറേറ്റ ബേസിലും എക്സ്ക്ലൂസീവ്ലി ഫോർ ദോസ് ഗുഡ്സിനാണെങ്കിൽ അതിൻ്റെ ഫുള്ളും വേണമെന്നുള്ള കാര്യം റൂളിലും പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്യാപിറ്റൽ ഗുഡ്സാണ്. നോർമലി ഒരു ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് എടുത്താൽ അതിൻ്റെ കാലാവധി 5 വർഷമാണ്, അഥവാ 60 ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയും. അപ്പോൾ അതിൽ യൂട്ടിലൈസ് ചെയ്ത് തീർന്നില്ല, 3 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലും ആ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയും ഇൻപുട്ട് നമ്മൾ റിവേഴ്സ് ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ പറയാം. പ്രധാനമായും ഹോട്ടലുകൾക്ക് അക്കോമഡേഷൻ ചാർജ് പെർ ഡേ 7,500 രൂപയോ അതിൽ താഴെയാണെങ്കിൽ നിലവിലുണ്ടായിരുന്ന 12% GST എന്നുള്ളത് തുടങ്ങി 5% വിത്തൗട്ട് ITC എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഉദാഹരണത്തിൽ പറയാനുള്ളത്, റേറ്റ് 5% വിത്തൗട്ട് ITC എന്നുള്ളത് ഒരു മാൻഡേറ്ററി നിയമമായതുകൊണ്ട് ഈ സിറ്റുവേഷനിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ റിവേഴ്സ് ചെയ്യണം. അത് ക്യാപിറ്റൽ ഗുഡ്സ് ആണെങ്കിലും അല്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ 2 സിറ്റുവേഷനിലാണ് ITC നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് റിവേഴ്സ് ചെയ്യേണ്ടത്. ഒന്ന്, നിൽ റേറ്റഡും എക്സംപ്റ്റഡിലോട്ടും മാറുന്ന സിറ്റുവേഷൻ ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗുഡ്സ്. 2, ഒരു റേറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് കമ്പൽസറി ആയിട്ട് പറയുകയാണ് 5% വിത്തൗട്ട് എനി ITC. അപ്പം ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിലും അതുമായി ബന്ധപ്പെട്ടുള്ള അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ റിവേഴ്സ് ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് GSTയിലെ പുതിയ ഒരു ഇൻപുട്ട് ടാക്സ് റിവേഴ്സലുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചേഞ്ച്. ഇത് സെപ്റ്റംബർ മാസം 22 കട്ട് ഓഫ് ഡേറ്റ് എന്നുള്ള കാര്യവും എല്ലാവരും മനസ്സിലാക്കുക. താങ്ക് യു.